ഏറ്റവും കൂടുതൽ ചൂഷണം സിനിമാ മേഖലയിൽ അനുഭവിക്കുന്ന വിഭാഗങ്ങളിൽ ഒരു വിഭാഗമാണ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളെക്കാൾ കൂടുതൽ സിനിമ തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുന്നേ ഇവരുടെ ജോലി തുടങ്ങും. ഇപ്പം മലയാളത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ താമസിക്കുന്നത് ഒരു ഫ്ലാറ്റിലോ അല്ലെങ്കിൽ ഒരു വില്ലയിലായിരിക്കും. അതിൽ തന്നെ ഒരു ചൂഷണം തുടങ്ങുകയാണ്. കാരണം എന്ന് വെച്ചാൽ അവരൊന്നിച്ച് താമസിക്കുന്ന സ്ഥലം തന്നെയാണ് അവരുടെ പണി ഇടം എന്ന് പറയുന്നത്. അതായത് അത് 24 മണിക്കൂറും ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് അവരുടെ വർക്ക് പ്ലേസ് തന്നെ അതായിരിക്കണം. ഇപ്പം ചെന്നൈയിലൊക്കെ ആണെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസിനോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിനോ അവരുടെ ഓഫീസുണ്ട്. അവർ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് രാവിലെ പോയി ഓഫീസിൽ പോകുന്ന പോലെ തന്നെ രാവിലെ നിശ്ചിത സമയത്ത് പോയി വൈകുന്നേരം ഇത്ര സമയത്തിനുള്ളിൽ പണി തീർത്ത് തിരിച്ച് അവരുടേതായ പേഴ്സണൽ സ്പേസിലേക്കും പേഴ്സണൽ ടൈമിലേക്കും. അതെ, എല്ലാ ജോലികളും പോലെ തന്നെയാണ്. ഒരു നിശ്ചിത സമയമുണ്ട്, ഇത്ര സമയം ജോലി ചെയ്താൽ മതി. പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് പറയുന്നത്. അതിവിടെ ഇല്ല. ഇവിടെ 24 മണിക്കൂറും നമ്മളിപ്പോൾ പാതിരാത്രി 2 മണിക്ക് അസോസിയേറ്റ് ഡയറക്ടറോ വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞാൽ ആ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ ഇവിടുത്തെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട്. അത് സിനിമ എന്നുള്ള മാധ്യമം സ്നേഹിച്ച് വരുന്ന ആളുകളെ ചൂഷണം ചെയ്യുന്നൊരു കാര്യമാണ്.